ഇങ്ങനെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചിരട്ടപ്പുട്ടാണെങ്കിലും 2 തരം. ഓട്സ് പുട്ട്, ക്യാരറ്റ് ചേർന്നതും ക്യാരറ്റ് ചേരാത്തതും, ഏത്തയ്ക്ക പുഴുങ്ങിയത്, ചെറുപയർ തോരൻ, പിന്നെ ഒരു സ്വല്പം ഒരു ഉപ്പും പുളിയൊക്കെ കൂട്ടണമെന്ന് തോന്നിയാൽ ഒരു കണ്ണിമാങ്ങ അച്ചാർ, കീന്തുമാങ്ങ അച്ചാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ദിവസവും ഒരു ദിവസം ഒരെണ്ണേലും കഴിക്കണം. അപ്പം ബുൾസൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളുള്ളതുകൊണ്ട് ബുൾസൈ ആയിട്ടും, എനിക്ക് മറിച്ചിട്ട ബുൾസൈയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ 2 വിധത്തിലാണ് ഉണ്ടാക്കുക. കാപ്പി അതുപോലെ തന്നെ, പാലുള്ളതും പാലില്ലാത്തതും. അപ്പോൾ ബ്രൂ കോഫി വിത്ത് മിൽക്ക്, വിത്തൗട്ട് മിൽക്ക്, ഒന്ന് വിത്ത് ഒന്ന് വിത്തൗട്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതും ഓരോരുത്തർക്കും അനുയോജ്യമായതുമായ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല സംതൃപ്തമായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇഷ്ടമുള്ളത് കഴിക്കുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ഇഷ്ടം മാത്രം പോരാ, നമ്മുടെ ആരോഗ്യസ്ഥിതിയും കൂടെ അനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ പാല് ചേർത്ത ബ്രൂ കോഫി മധുരം ഇല്ലാത്തതാണ്, പക്ഷെ പാല് ചേർക്കാത്തത് മധുരമുള്ളതാണ്. കാരണം എനിക്ക് മധുരം അധികം കഴിക്കാൻ വയ്യാത്തത് കൊണ്ടും ആശാന് പാല് വേണ്ടാത്തത് കൊണ്ടും അപ്പം മധുരമുള്ള ബ്രൂ കോഫി. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുത്ത് സംതൃപ്തമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്കും ഞാൻ ആശംസിക്കുന്നു. മന്ന വീഡിയോയിൽ നിന്നൊരു വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടോ, ഇത് ഓട്സാണ്. ഈ കപ്പില്ലേ, ഈ യോഗട്ടിൻ്റെ കപ്പ്, ഈ കപ്പിന് 2 കപ്പ് വടിച്ച്, നിറച്ചല്ല വടിച്ച് 2 കപ്പ് ഓട്സ് എടുക്കണം. അതിന് ഈ കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് പാകത്തിന് ഉപ്പും ഇട്ട് ഇത്രയും ജീരകവും ഇത്രയും തേങ്ങയും ഒന്നിച്ച് തിരുമ്മി വയ്ക്കണം. ഇത് തിരുമ്മി വെച്ച് ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാനാണെങ്കിൽ തേങ്ങ ഇടരുത്. രാവിലെ വേണം തിരുമുന്നതെങ്കിൽ തേങ്ങ ചേർത്ത് തിരുമാം. ഒരു 2 മണിക്കൂറെങ്കിലും നേരത്തെ തിരുമ്മി വെച്ചാൽ ഇച്ചിരി കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ അതിന് ശേഷം ഇത് ചേർത്ത് മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ തലേദിവസമാണ് ഇത് തിരുമാൻ നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിൽ തേങ്ങ മാത്രം ചേർക്കാതിരിക്കുക. ഉപ്പും ജീരകവും വെള്ളവും ചേർത്ത് തിരുമ്മി വയ്ക്കുക. മിസ്റ്റിൻ്റെ ഈ കപ്പ് പാത്രത്തിനാണ് ഞാൻ അളക്കുന്നത്. ഇത് വറുത്ത ഓട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഇതിന് 2 കപ്പ് ഓട്സ് ഇന്നലെ കുതിർത്ത് വെച്ചതാണ്. നല്ല സോഫ്റ്റാണ് കണ്ടോ, ഈ പാകത്തിന് വേണം. ഇത് ഇനി മിക്സിയുടെ വലിയ ബൗളിലോട്ട് ഇടണം. ഒരുപാട് അരഞ്ഞു പോകാതെ 1-2 പ്രാവശ്യം ഒന്ന് വൈബ്രേറ്റ് ചെയ്യിച്ചാൽ മതി. മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവും. നല്ല കറക്റ്റ് പുട്ടുണ്ടാക്കാനുള്ള പാകത്തിന് കിട്ടി ആണല്ലോ. നല്ല തരിതരിയോടുകൂടി ഈ പുട്ടുണ്ടാക്കുന്ന മാവ് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. അതാണ് പുട്ടുണ്ടാക്കുന്ന മാവിൻ്റെ കറക്റ്റ്. അതിങ്ങനെ ഒതുങ്ങ അടത്തി കളയും. അപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങുന്ന രീതിയിൽ മയത്തിലായിരിക്കണം അത് നനയ്ക്കുന്നത്. ഈ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ നനവിൽ വേണം ഇത് അടിച്ചെടുക്കാൻ. ാക്കി വെച്ചിരിക്കുന്ന ഓട്സ് ഇനി നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. ആദ്യം തന്നെ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലേക്ക് തേങ്ങ ഇടണം. ഇതിന് ശേഷം ആദ്യം നമുക്ക് ക്യാരറ്റ് ചേർത്ത് പുട്ടുണ്ടാക്കാം. ഇത്രയും ക്യാരറ്റ് അതിന് മുകളിലിട്ടിട്ട് വീണ്ടും ഈ മിശ്രിതം നിറയ്ക്കാം. ഓട്സിൻ്റെ പുട്ട് മിശ്രിതം നിറയ്ക്കാം. ഇതേ സമയം കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ച് ഇൻഡക്ഷൻ കുക്കറിൽ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കർ ആവി കയറും. ഇനി നമുക്ക് റെഡിയാക്കിയ മിശ്രിതം കുക്കറിലോട്ട് വെക്കാം. ഓട്സ് ചിരട്ടപ്പുട്ട് നമ്മുടെ കുക്കറിൽ വെച്ച് ഇൻഡക്ഷൻ കുക്കറിൽ നമ്മുടെ ആവി കയറിക്കൊണ്ടിരിക്കുന്നു.
1 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ അതെടുത്ത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സാധാ ഓട്സ് പുട്ടും അതുപോലെ ക്യാരറ്റ് സ്വല്പം ചിരണ്ടിയിട്ട് ഓട്സ് പുട്ട് ഉണ്ടാക്കാം. രണ്ടും നല്ലതാണ്. ക്യാരറ്റ് ചേർന്നാകുമ്പോൾ കുറച്ച് വൈറ്റമിൻ സി കൂടെ നമ്മുടെ ആഹാരത്തിൽ കിട്ടുമല്ലോ. ഓട്സ് തന്നെ നല്ല ഫൈബറുള്ള ഒരു മെറ്റീരിയലല്ലേ, ഫുഡ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഓട്സ് വിത്ത് ക്യാരറ്റ് ഈസ് വെരി ഗുഡ്.